ഇതെന്തിനാ നിങ്ങൾക്കിപ്പോ അടുക്കളയിലെ ചാവി? എടുത്തി, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. കുറച്ചു നേരം കിടന്ന് ഉറങ്ങിപ്പോയി. ചെറിയമ്മ വന്നിട്ട് ഒന്നിച്ച് കഴിക്കാലോന്ന് വെച്ച് ഞാനും കാത്തിരുന്നു. അതാ ഞാനും വൈകിയ. അടുക്കളയുടെ ചാവി വേണം അല്ലേ? എന്തായിരിക്കും അമ്മയുടെ ഉദ്ദേശം? നമുക്ക് നോക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും വിശക്കുന്നു എന്നുള്ളത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. നിങ്ങൾ അടുക്കള തുറക്കുന്നത് സുകുമാരി അമ്മയ്ക്കും പ്രിയങ്കയ്ക്കും ഭക്ഷണം എടുത്തു കൊടുക്കാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ അമ്മേ, അതിനൊന്നല്ല, സത്യമായിട്ടും അല്ല. ഏട്ടനൊരു തീരുമാനം എടുത്താ ഞങ്ങളത് അനുസരിക്കാതിരിക്കൂ ഏട്ടത്തി? അല്ലെങ്കിൽ തന്നെ അവര് പട്ടിണി ഇറങ്ങാൻ ഞങ്ങൾക്ക് എന്താ? ഉർവശി, ചിലർക്കൊരു കുഴപ്പമുണ്ട്. ഒരു മുഖംമൂടി ഇട്ട് കഴിഞ്ഞാൽ തങ്ങളെ ആരും കാണില്ല, തങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിമാനെന്ന് ചിലപ്പോ ചിന്തിച്ചു കളയും. പക്ഷേ നിങ്ങളുടെ മുഖമേ മറച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരുടെ കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കുക. മുഖം തന്നെ കാണണമെന്നില്ലല്ലോ, ചലനങ്ങൾ പോരെ ഓരോരുത്തരെ മനസ്സിലാക്കാൻ. ഇന്ന് അടുക്കള പൂട്ടിയിട്ടിരിക്കുക. നാളെ അവരോട് എന്തെങ്കിലും വച്ചുണ്ടാക്കി കഴിക്കാൻ അമ്മ പറഞ്ഞിരിക്കുന്നത്. ഞാനെന്തായാലും അത്രയ്ക്ക് പോകുന്നില്ല. അടുക്കള തുറന്നിട്ട് അവർക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കി കഴിച്ചോട്ടെ. അല്ലമ്മേ, അടുക്കളയിലപ്പോ ഭക്ഷണമൊന്നും ഇല്ലേ? ഇല്ല. ഈ കുടുംബത്തിനൊരു പട്ടിണി ശാപം കൂടെ വേണ്ടാന്ന് കരുതിയിട്ടാ ഞാനിപ്പോ താക്കോല് നിങ്ങളുടെ കൈ തന്നത്. സത്യം പറഞ്ഞ പച്ചവെള്ളം കൊടുക്കാൻ പാടില്ലാത്തവരാ. അല്ല, ചില നേരത്തെ ആളുകളുടെ ചോദ്യങ്ങൾ കേൾക്കുമ്പോ ഇതെല്ലാം കൂടി വിറ്റുപേർക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലെന്ന് തോന്നിപ്പോവാ. ഇപ്പൊ എന്താ പറ്റിയത്? ചോദിക്കുന്നത് സ്നേഹത്തോടെയാ, പക്ഷേ അതിനുള്ളിലൊരു മുനയുണ്ട്. അത് നമുക്ക് മനസ്സിലാവുമല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ദേവനാരായണൻ തിരുമേനി, എന്ത് പൂജാരി, അവർക്ക് ചവയ്ക്കാൻ ആവശ്യത്തിൽ കൂടുതൽ കഥകള് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ. എല്ലാം അമ്മ കാരണം. അമ്മയെ വാശി കാണിച്ചില്ലായിരുന്നെങ്കില് ഓ, അമ്മയുടെ കാര്യം പറഞ്ഞു തീർന്നില്ല. അമ്മയെ വിളിക്കുന്നു. എടുക്കുന്നില്ലേ? എന്തിനാ എടുക്കുന്നു? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ? ഫോൺ എടുക്കൂ. എല്ലാരും നമ്മളെ ഒറ്റപ്പെടുത്തുവാണല്ലോ മോളെ. മുത്തശ്ശി വിളിച്ചെങ്കിലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്കറിയായിരുന്നു. അച്ഛനെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവളല്ലേ, ആ രാധിക. രാധികയെ ദ്രോഹിച്ച നമ്മള് തെറ്റുകാരും. വിവരം കെട്ടവൻ. എന്തിനാ ഇതിനൊക്കെ പൂജയും പ്രാർത്ഥനയായിട്ട് നടക്കുന്നേ? പക്ഷേ എന്ത് വന്നാലും നമ്മൾ വിട്ടുകൊടുക്കില്ലടി മോളെ. പട്ടിണി കിട്ടിയവര് കൊല്ലാൻ ശ്രമിച്ചാലും കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഒക്കെ നമ്മളെ കൊണ്ടുപോകും. അധികം വൈകാതെ കണിമംഗലത്തൊരു കണ്ണീർ കടൽ ഒഴുകും. എന്റെ ദൈവമേ, അതെനിക്ക് മനസ്സ് നിറച്ചൊന്ന് കാണിച്ചു തരണേ. Thank you. Thank you, Harshid. It's a pleasure to walk with you, Mr. Vara. Thank you, sir. മിസ്റ്റർ ഹർഷിദ്, നമ്മൾ തമ്മിൽ ഒരു പുതിയ കരാർ ഉറപ്പിക്കാൻ പോവാണ്. എന്റെ സ്റ്റാഫിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവാണ്.
Yeah, sure. You please have the seat. Would you like to have coffee or something? No, thank you. Sure. മുത്തശ്ശി, അടുക്കളയിൽ ആരുമില്ല. വാ, വാ, വാ. ദേ, ഈ പാത്രങ്ങളെല്ലാം തുറന്നു നോക്ക്. എന്തെങ്കിലും ഉള്ള നമുക്ക് കഴിക്കാം. ബാക്കിയുള്ളതേ നമുക്ക് മുറിയെ കൊണ്ടുപോയി വെക്കാം. എല്ലാം തുറന്നു നോക്ക്. മുത്തശ്ശി, എല്ലാ പാത്രങ്ങളും കഴുകി തുടച്ചു വെച്ചിരിക്കുക. എന്റെ ദൈവമേ, ഇവളുമാര് കരുതി കൂട്ടിയാണല്ലോ. എടി, ഇത്തിരി കഞ്ഞിയെങ്കിലും കിട്ടാനുണ്ടോന്ന് നോക്ക്. കഞ്ഞിയില്ല, ചോറുമില്ല. ഓ, എടി, എന്തോ ഈ നോക്കുന്നേ? ഇവിടെ ബിസ്ക്കറ്റും പലഹാരങ്ങളൊക്കെ ഇവിടെ ഇരുന്നേ. അതും എടുത്ത് മാറ്റിയിരിക്കാം മുത്തശ്ശി. ആവശ്യമുള്ള സമയത്ത് ഒരു ഇടിമിന്നൽ പോലും വരുന്നില്ലല്ലോ ദൈവമേ, ഇവളുമാരുടെ തലയിലോട്ട് വീഴാനായിട്ട്. എന്ത് ചെയ്യും മുത്തശ്ശി? എനിക്ക് വിശന്നിട്ട് വയ്യ. എടി, ഇവിടെ ഉള്ളവരെ ഒന്നും കാണാനുമില്ലല്ലോ.